നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. മാള അഷ്ടമിച്ചിറയിൽ അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു. അഷ്ടമിച്ചിറ വെള്ളാനി ആനിയുടെ വീട്ടിലെ 4 ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. മാള ജൂത സിനഗോഗിന്റെ മേൽക്കൂര തകർന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച പ്രമേയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. മാള അഷ്ടമിച്ചിറയിൽ അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു. അഷ്ടമിച്ചിറ വെള്ളാനി ആനിയുടെ വീട്ടിലെ 4 ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. ഇന്ന് രാവിലെ വീട്ടുകാർ ഉണർന്നു നോക്കുമ്പോഴാണ് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സംസാരിക്കാനും ചെവി കേൾക്കാനും കഴിയാത്തതുകൊണ്ട് ആടുകൾ കരയുന്ന ശബ്ദം ഇവർ കേട്ടിരുന്നില്ല. ഭിന്നശേഷിക്കാരായ ആനിയുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമാണ് ഇതോടെ ഇല്ലാതായത്. 2 മാസം മുൻപ് മാള അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ വീട്ടിൽ ഗോപിയുടെ വീട്ടിലെ 6 ആടുകൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കുറുനരി പോലുള്ള വന്യജീവികൾ പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായിരിക്കുകയാണ്. ഉപജീവനത്തിനായി വളർത്തുന്ന മൃഗങ്ങളെ വന്യജീവികൾ കൊല്ലുന്നത് മൂലം കുടുംബങ്ങൾക്ക് വളരെയധികം നഷ്ടമാണ് ഉണ്ടാകുന്നത്. സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകളിൽ കുറുനരികളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പതിവായി പ്രദേശത്തുണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായി പരിഹാരം കാണണമെന്ന് വാർഡ് മെമ്പർ CS രഘു ആവശ്യപ്പെട്ടു. അഷ്ടമിച്ചിറ അമ്പഴക്കാട് മേഖലകളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരം വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നൊരു പ്രവണത വന്യജീവികളുടെ ആക്രമണമാണെന്ന് പലപ്പോഴും ഇതിൻ്റെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. കുറുനരി പോലുള്ള വന്യജീവികൾ ഈ ഭാഗത്ത് ധാരാളമായി കണ്ടുവരുന്നതായിട്ട് ജനങ്ങൾ പരാതി പറയാറുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരം വേണ്ടതാണ്. ഉപജീവനത്തിനായി വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതാണ്. ചുറ്റുവട്ടമുള്ള കാട് പിടിച്ച് കിടക്കുന്ന വിജനമായ സ്ഥലങ്ങളിൽ ഈ കുറുനരികളുടെ ശല്യമുള്ളതായിട്ട് നാട്ടുകാർ പരാതിപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇതിനൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. മീഡിയ ടൈം. മാള ജൂത സിനഗോഗിന്റെ മേൽക്കൂര തകർന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച പ്രമേയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ജിയോ കൊടിയൻ ആവശ്യപ്പെട്ടു. അമ്പിളി സജീവ്, ലിസി സേവ്യർ, നിത ജോഷി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇന്ന് മാള പഞ്ചായത്തിലെ കമ്മിറ്റി യോഗത്തിൽ ആദ്യം തന്നെ നമ്മുടെ TP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റായ TP രവീന്ദ്രൻ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നലെ തകർന്നു വീണ സിനഗോഗുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയമാണ് അവർ അവതരിപ്പിച്ചത്. അതിൽ അവർ പറയുന്ന പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശോചനീയാവസ്ഥ നിലനിൽക്കെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സമയത്തുണ്ടായ മഴയിൽ തകർന്നു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഒരു പ്രമേയമാണ് ഇന്നിപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി വിയോജനം അറിയിക്കുകയാണ്. കാരണം 2020 ഇന്നലെ MLA ഒരു പത്രപ്രസ്താവന തന്നിരുന്നു. അതായത് 2023 ഇത്ര ലക്ഷം രൂപ ചിലവാക്കി, ഇത്ര ലക്ഷം രൂപ കൊടുത്തു, ബാലൻസ് പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അതുമ്പോൾ നവീകരണം കഴിഞ്ഞതാണ്. ഈ നവീകരണം കഴിഞ്ഞ ഒരു സാധനത്തുമ്മേ നവീകരണം നടത്താൻ പോകുന്നു എന്നും പറഞ്ഞൊരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രമേയം, അതിനെതിരെ ഞങ്ങൾ ശക്തമായി വിയോജനം അറിയിക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനം എടുക്കണം. കാരണം ഈ ഒരു കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം, ഈ പഞ്ചായത്ത് കമ്മിറ്റി അതിലൊരു പങ്കുമില്ലെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തി അതിൻ്റെ കാരണക്കാർ ആ പൈസ പോയ ഇത്ര കാശ് ചിലവാക്കിയൊരു പൈസ അതെവിടെ പോയെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം മാള പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കുണ്ട്. അത് കണ്ടുപിടിക്കാതെ ഇങ്ങനൊരു പൊടിയിടാൻ, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനൊരു പ്രമേയം അവതരിപ്പിച്ച് അങ്ങനെ ഒരു പ്രമേയത്തെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയാണ്. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന യോഗവും നടത്തി. ITC ബാങ്ക് ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PP ജോൺ അധ്യക്ഷനായി. KM സാദത്ത്, VB പ്രവീൺ, PK ചന്ദ്രബാബു, CD വിജയൻ, AM കമറുദ്ദീൻ, MA മൊയ്തീൻകുട്ടി, PM മനാഫ്, NM ഫൈസൽ, PK ശ്യാംകുമാർ, TS അജിത്, KA ഷെരീഫ്, ഷെമീന ഷെരീഫ്, പ്രമീള സജീവൻ, പുഷ്പ ഷാജു, OS സജീന എന്നിവർ സംസാരിച്ചു.
ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. ഇന്നത്തെ പോലെയല്ല റിസൾട്ട് വരിക. റിസൾട്ട് വരിക ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ ടെലിപ്രിൻ്ററിലാണ് വരിക. റിസൾട്ട് പത്രം ഓഫീസിലും വരിക. ഞങ്ങൾക്ക് ഡാമാവിലെ എക്സ്പ്രസ് പത്രത്തിൻ്റെ CM ജോസഫേട്ടൻ്റെ ഓഫീസുണ്ട്. അവിടെ കാത്തു നിർത്തും. ജോസഫേട്ടൻ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോയിട്ട് റിസൾട്ട് വാങ്ങി അവിടെ വരും. ഞങ്ങൾ ചുറ്റുകൂടി നിൽക്കുന്നവർക്ക് റിസൾട്ട് നോക്കും. അപ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് മനസ്സിലാക്കി പഠിച്ചതാണ്. ആയെന്ന് പറഞ്ഞ് നേരെ കിട്ടി വരും. കിട്ടി ചിലപ്പോൾ അമ്മ വീട്ടിലുണ്ടാവും. നമ്മുടെ പറഞ്ഞ് വിശ്വാസം വിശ്വാസം അപ്പം നേരെ വൈകിട്ട് വരിക. നേരെ അവരോട് പറഞ്ഞ് വിശ്വാസം ഉണ്ടാകുന്നത് പറഞ്ഞു. ഒരു ആദരവും പോലും ആ കാലഘട്ടത്തിൽ ഒരു മേഖലയിൽ ജനിക്കുന്ന സാഹചര്യം. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KR ഉണ്ണിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KV രഘു സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് US ജയലക്ഷ്മി, PTA വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ, MPTA പ്രസിഡന്റ് സന്ധ്യ പ്രതീഷ്, സ്റ്റാഫ് സെക്രട്ടറി KP പ്രസ്വതി എന്നിവർ സംസാരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ പോളക്കുളത്തിന് സമീപം ചേർന്ന് 7-ാം വാർഡിൽ വയോജനങ്ങൾക്കായി നിർമ്മിച്ച വയോജന പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷന്റെ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച 2,40,000 രൂപ വിനിയോഗിച്ചാണ് വയോജന പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജർ ജോർജ് മൊറേലി, N ജസീലാമോൾ, MK ജ്യോതിഷ്, നിതിൻ, ജിതിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, സെക്രട്ടറി KS രാമദാസ്, ജനപ്രതിനിധികളായ MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, മാലതി സുബ്രഹ്മണ്യൻ, EK ബിജു, OA ഷെരീഫ, ജസ്ന ഷമീർ, ഹിത രതീഷ്, VR ശ്രീകല എന്നിവർ പങ്കെടുത്തു. മാള കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 10ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സമാദരണം 2025 സംഘടിപ്പിക്കുന്നു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മാള കേബിൾ വിഷൻ വരിക്കാരുടെ മക്കൾ അപേക്ഷകൾ കേബിൾ TV ഓപ്പറേറ്റർമാർ വഴി സമർപ്പിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 15. കൂടുതൽ വിവരങ്ങൾക്ക് 8589013046 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. മാള അഷ്ടമിച്ചിറയിൽ അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു. അഷ്ടമിച്ചിറ വെള്ളാനി ആനിയുടെ വീട്ടിലെ 4 ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. മാള ജൂത സിനഗോഗിന്റെ മേൽക്കൂര തകർന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച പ്രമേയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.